ഹലോ, ത്രെഡഡ് നിഹി എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലിപ്പായിട്ടും കീ ചെയിനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ആദ്യമേ പറയുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട, എല്ലാം തന്നോളൂ. 2 കളർ യാൺ വെച്ചാണ് ചെയ്യുന്നത്. നല്ലപോലെ ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ് ക്രോഷറ്റ്. അല്ലെങ്കിൽ എന്നെപ്പോലെ അഴിച്ചഴിച്ച് ചെയ്യേണ്ടി വരും. ഞാൻ അതുകൊണ്ട് ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും എണ്ണി ചെയ്താണ് പോകുന്നത്. ചെയിൻ സ്റ്റിച്ചും ഡബിൾ ക്രോഷയും സ്ലിപ്പ് സ്റ്റിച്ചും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ബട്ടർഫ്ലൈ ചെയ്യുന്നത് കേട്ടോ. നല്ല ഒരു പൂ പോലെ ആയിട്ടാണ് ലാസ്റ്റ് ബട്ടർഫ്ലൈ ആകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞു കൈകളൊക്കെ ഇടയ്ക്ക് വരും. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാകും കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. അതിൻ്റെ എല്ലാ തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നെക്സ്റ്റ് കളർ യാണ് എടുത്ത് അതിൽ ജോയിൻ്റ് ആക്കിയിട്ട് അടുത്തൊരു ഡബിൾ ക്രോഷി വെച്ചിട്ടാണ് ഒരു ഫ്ലവറിൻ്റെ ഇതള് പോലെ ചെയ്യും. ഇതള് പോലെ ചെയ്ത് വന്നാണ് ബാക്കി ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ ആദ്യം മൊത്തം ഒരു 8 ഇതള് പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ബട്ടർഫ്ലൈ ആകുന്നത്. ഇങ്ങനെ എണ്ണി ചെയ്താൽ അഴിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഓരോന്നായിട്ട് അഴിച്ചഴിച്ച് ചെയ്യാം. ഞാൻ ഓരോ ഇതള് ചെയ്തിട്ടും എണ്ണി നോക്കും, എത്ര എണ്ണമായി, എത്ര ഡബിൾ ക്രോഷി ആയി എന്ന് എണ്ണി നോക്കും. ഒരുപാട് ലോങ് ആവാതിരിക്കാനാണ് ഞാനിങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇടുന്നത് കേട്ടോ. എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണണം. ഒരു റൗണ്ട് ഫുള്ളായിട്ടുണ്ട്. ഇനി അത് ലാസ്റ്റാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് മടക്കിയാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് കാണാം. ഇപ്പം മടക്കി എടുക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് പോലെ ഒരു 3D ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരു ബട്ടർഫ്ലൈ പോലെയാവും. ഇനി ഇതൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് അത് ജോയിൻ്റ് ആകുമ്പോൾ ബട്ടർഫ്ലൈ ആകും. പിന്നെ അതിൽ പിന്നെ ഒരു കൊമ്പ് വയ്ക്കണം. 2 കൊമ്പ് പോലെ വെച്ച് ഫുൾ ബട്ടർഫ്ലൈ ആയി. അപ്പോൾ ബട്ടർഫ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.